ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു സ്വീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ സ്വീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ 2 ആപ്പിളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ലേ, അപ്പോൾ വിലക്കുറവല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്ക വീട്ടിലും കാണുന്ന ഒന്നാണ് ആപ്പിൾ. അപ്പോൾ ആപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ അതായത് ഈ ഓറഞ്ച് ഒന്നും പറ്റില്ല കേട്ടോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏത് ഫ്രൂട്ട്, പൈനാപ്പിളോ അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ് അല്ലെങ്കിൽ മത്തൻ, ഇവ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ആപ്പിൾ നേരെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ ആപ്പിൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ആപ്പിളാണ് എടുത്തത്. അപ്പോൾ ആ തണുപ്പ് കൊണ്ട് പെട്ടെന്ന് ആപ്പിൾ കറുത്ത് പോകത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ടു. ഇനി ആ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റ് ആവണം. നന്നായിട്ട് മെൽറ്റായി ഇത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആപ്പിൾ നല്ല തണുത്ത ആപ്പിൾ എടുത്ത് ഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് കറുത്ത് പോവാതെ ഇരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടി, ഞാൻ ഏലക്കയുടെ പൊടി എൻ്റെ അടുത്തില്ല, ഞാൻ അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏത് ഫ്രൂട്ടാണെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാനില എസെൻസ് ആണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മതിയാവും. പിന്നെ നല്ല ഡാർക്ക് കളറിലുള്ള വാനില ആണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട. പിന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഉപ്പാണ്, ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അടുത്തത് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇടുന്നത് ഒരു മുട്ടയാണ്. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, ഒരുപാടിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദയാണ് ഇടുന്നത്. മൈദ എൻ്റെ ഇവിടെ വീട്ടിൽ കട്ട പോലെ ഇരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്ന് അരിച്ചിട്ടാണ് 2 കപ്പ് മൈദ എടുത്തത്. അപ്പോൾ ആ 2 കപ്പ് മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന്, ഇത് കറക്റ്റ് ഒരു പരുവാണ് 2 കപ്പ്, എന്നാലും ഒന്ന് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ മാത്രം മൈദ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്തു. എന്നിട്ടാണ് നല്ലപോലെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഞാൻ കൊടുത്തിരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൂടി എടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വരും. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി ചുടില്ലേ, അത്രയും ഉള്ള ഒരു സൈസിൽ ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ നീളത്തിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്, കണ്ടോ, താഴോട്ട് നീളത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ആ ഒരു സ്വീറ്റ് നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നെ നമുക്കിത് ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ള കളറിലുള്ള എള്ള് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എള്ള് നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതിൽ നന്നായിട്ട് തന്നെ എള്ള് ഒട്ടിയിരിക്കും. ഇനി നമുക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഒരു സോസ് പാനിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. 2 കട്ടിക്ക് 2 ബട്ടർ പേപ്പറാണ് ഇടുന്നത്. പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. എന്നാലും കുറച്ച് ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് വച്ച് കൊടുക്കാം. വേണമെങ്കിൽ എള്ളിൽ കുറച്ചൊന്ന് ചുറ്റിച്ചോളൂ.
ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുമാത്രമല്ല പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനങ്ങ് ഇതിട്ടിട്ട് കുറേ സമയം അങ്ങ് പോയിട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നിന്നോളൂ. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അത് ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്യണം. കുറച്ച് ടൈം എന്തായാലും എടുക്കുക. ആ ടൈം എടുത്ത് തന്നെ നിങ്ങൾ ബേക്ക് ചെയ്യുക. പെട്ടെന്ന് എടുക്കാൻ നോക്കരുത്. ഇച്ചിരി കൂടെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ ഒന്നിച്ചിട്ടിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ സൈഡും എല്ലാ സൈഡും ഞാൻ ഇതുപോലെ തന്നെ ബേക്ക് ചെയ്യുകയാണ്. ഓയിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു 4-5 എണ്ണം ഞാൻ ഓവനിൽ വെക്കുന്നുണ്ട്. ഓവനിൽ വെക്കുന്നത് ഞാൻ മുട്ടയുടെ മഞ്ഞയാണിത്. ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ലൊരു ഒരു ലെയർ പോലെ വരും, കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇനിയും 2-3 എണ്ണം കൂടി ഉണ്ട്, അതുകൂടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ ചെയ്തതാണ്, ഇത് ഓവൻ ഇല്ലാതെ ചെയ്തതാണ്. കണ്ടോ, നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഓവൻ ഇല്ലാതാണെങ്കിലും രണ്ടും നല്ല രുചി തന്നെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, ഇതിൻ്റെ അകം കൂടി ഞാൻ കാണിച്ചു തരാം. ആ ഫില്ലിങ് വന്നത് കണ്ടോ, നന്നായിട്ടുണ്ട്. കഴിക്കാനും സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.